അവൾക്കായിട്ട് ഒരു സ്നേഹപ്പൊതി. ആർക്ക്? അതെ, അതൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കേട്ടോ. നമ്മൾ ഈ ക്യാരിങ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ചില ഫുഡുകളൊക്കെ കഴിക്കാൻ, അല്ലെങ്കിൽ ചിലവരുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ കഴിക്കാൻ നമുക്കങ്ങനെ കുറച്ച് പൂതികളൊക്കെ ഉണ്ടാവാറുണ്ട്. പൊതുവെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പൊതിച്ചോറ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഞാനൊരു ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവളത് സ്റ്റാറ്റസ് കാണാറും വീഡിയോ കാണാറും ഒക്കെ ഉണ്ടായിരിക്കാം. അവളെപ്പോഴും ചോദിക്കും, എൻ്റെ സ്പെഷ്യൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടാന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവളൊരു പുതിയ പറഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് സ്പെഷ്യൽ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് പൊതിച്ചോറ് മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. അവൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിളും ബീട്രൂട്ടും വെച്ചിട്ട് ഇപ്പോൾ എന്തുണ്ടാക്കാനാണ് പൊതിച്ചോറിക്കുന്നല്ലേ. ഇത് ഉപ്പാക്ക് വേണ്ടിയിട്ട് ബ്ലഡ് കുറവിന് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി രാവിലെയും രാത്രി ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഒരു ചെറിയ ആപ്പിളിൻ്റെ പകുതി എടുക്കുക, ഒരു പകുതി ബീട്രൂട്ട് എടുക്കുക, ഒരു അനാറിൻ്റെ പകുതി എടുക്കുക. ഇത് നന്നായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ച് ഇതേപോലെ ജ്യൂസാക്കി എടുത്തു കഴിഞ്ഞാൽ ബ്ലഡൊക്കെ കുറവുള്ളവർക്ക് വളരെ നല്ലതാണ്. അപ്പം ഇനി നമുക്ക് പൊതിച്ചോറ് ഐറ്റംസ് നോക്കാം. നല്ല അടിപൊളി പയറുപ്പേരിയാണ്. നല്ല ആവിയിൽ ഉള്ളിയും മുളകൊക്കെ കുത്തി ഉണ്ടാക്കിയിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പം അതും പിന്നെ ഒരു ചമ്മന്തി, അതില്ലാണ്ട് പൊതിച്ചോറ് ഒരു വൈഭവമില്ലല്ലോ. ചമ്മന്തിയും അത് ചുട്ടരച്ച ചമ്മന്തി തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിത് ഉണക്കമുളകൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അത് കുറച്ച് ഉപ്പും പുളിയും ചുവന്നുള്ളിയൊക്കെ അങ്ങ് ചേർത്തിട്ട് അതങ്ങ് അരച്ചങ്ങ് മാറ്റി വെച്ചു കേട്ടോ. കോഴിമുട്ട പൊരിച്ചതില്ലാണ്ട് എന്ത് പൊതിച്ചോറാണ് ഗൈസ്. അപ്പോൾ ഒരു കോഴിമുട്ട നല്ല ഉള്ളി മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അങ്ങ് പതപ്പിച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കും കൂടി ഉണ്ട് കേട്ടോ പൊതിച്ചോറ്. ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കൊണ്ടുപോകുന്നതും സെയിം പൊതിച്ചോറ് തന്നെയാണ് കേട്ടോ. പിന്നെ മീനിൻ്റെ മസാല കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ച് കുറച്ച് പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ട് പേസ്റ്റാക്കി അതും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കുടുതയാണ് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെ നിന്നൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചാണ് കുടുത വാങ്ങിച്ചിട്ട്, കാരണം കിട്ടാനേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇത് കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ, അതും കൂടി പറയണമല്ലോ. അപ്പോൾ ആ സമയത്ത് കുടുത കിട്ടാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടുന്ന് തപ്പിപ്പിടിച്ച് ഞാൻ കൊടുന്നു. അത് നല്ല മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതങ്ങ് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. ഓൾമോസ്റ്റ് പൊതിച്ചോറിക്കുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താ, വാഴയില വാട്ടിയെടുക്കണം. അപ്പോൾ അതാ പോയിട്ട് ഒരു 3 വാഴയില അങ്ങ് മുറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതങ്ങ് വാട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. സത്യം പറഞ്ഞാൽ ഈ വാഴയില വാട്ടിയിട്ട് അതിൽ നമ്മൾ ആ ചൂട് ഐറ്റംസൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് അത് തുറക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും അടിപൊളിയാണല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ വാഴയില വാട്ടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ വാഴയില വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ ഐറ്റംസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂട് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഐറ്റംസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അല്ലേ. നല്ല അടിപൊളി പയറുപ്പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ചുട്ടരച്ചിട്ടുള്ള ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചമ്മന്തി കാണുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് വായിൽ വെള്ളം വരണം കേട്ടോ. പിന്നെ ഞാൻ തന്നെ ഇട്ട് വെച്ച നല്ല അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ. അതും അതിൻ്റെ സൈഡിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മീൻ വറുത്തതാണ് വെക്കുന്നത്. അത് സ്മെല്ലെല്ലാത്തിലേക്കും പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ വാഴയുടെ ഇലയിൽ പൊതിഞ്ഞ് അത് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ തന്നെ എന്തൊരു കളർഫുള്ളാല്ലേ എല്ലാ ഐറ്റംസും കൂടി. ഫൈനലായിട്ട് നമ്മൾ മുട്ട വറുത്തതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ട് ഈ വാഴയില അങ്ങ് പൊതിഞ്ഞെടുക്കാം. എനിക്ക് ഈ വാഴയുടെ ഇലയിൽ ചോറൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇത് പൊതിയുന്നത് ഒരു ടാസ്ക്കാണ് കേട്ടോ. ഇത് വാഴയുടെ ഇല വാട്ടി കഴിഞ്ഞ് ചിലപ്പോൾ ഫുള്ളായിട്ട് വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് സംഭവിച്ചത് ഇതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു തണ്ടുണ്ടല്ലോ, അതുകൊണ്ട് വാഴയുടെ ഇതാ ഇവിടെ ഒരു ഓട്ടമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് മാനേജ് ചെയ്ത് വേറൊരു ചെറിയൊരു പീസ് അവിടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ വേഗം പാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് അവൾക്കായിട്ട് എൻ്റെ വളരെയധികം സ്നേഹത്തോടെ ഞാൻ കൊടുക്കുന്ന ഒരു സ്നേഹപ്പൊതിയാണ്. ഇത് കിട്ടുന്ന സമയത്തും ഇത് കഴിക്കുന്ന സമയത്തുമുള്ള അവളുടെ ഒരു ഹാപ്പിനെസ്സും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം നമ്മളൊരാൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്ത് അവരത് കഴിച്ച് അൽഹംദുലില്ലാ നല്ലൊരു അഭിപ്രായം പറയുന്ന സമയത്ത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, എനിക്കതാണ് മെയിൻ.